ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജനുവരി 30. അപ്പോൾ ഇനിയും ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ 2025 പോവുകയാണ്. ഇനി നമുക്ക് 2026 1-ാം തീയതി മുതൽ 2026 ആണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ 2025 എങ്ങനെയാണോ അതിനേക്കാളും നല്ലൊരു വർഷമായിരിക്കണം 2026 എന്നുള്ളതായിരിക്കും എല്ലാവരുടെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് ആഗ്രഹിക്കും. ഇനി അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സ്വപ്നം ഉണ്ടായിരിക്കട്ടെ, നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. 2026 ഒരു നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 2026 മികച്ചതാക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഒരു പ്ലാൻ ഉണ്ടാക്കുക. അതായത് 2026 നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഏത് മേഖലയിലാണ് നമ്മുടെ ആരോഗ്യം, നമ്മളുടെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2026 ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ആ 2026 ഗോൾസ് ഞാൻ ഇതിൻ്റെ 8ാമത്തെ വ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ജേർണിയാണ്, അപ്പോൾ എൻ്റെ ഒരു ലൈഫ് ജേർണിയാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ എന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ലൈഫ് സ്റ്റൈലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള എൻ്റെ ഒരു ഒരു ഫൈനലായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. ഞാൻ എന്തായി, അത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെയാണ് പ്രശ്നം വന്നത് എന്നുള്ള ഒന്ന് ചിന്തിക്കുക, ഒരു റിഫ്ലക്ഷനാണ് ദിസ് വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പം ചിലർക്കിത്, ഞാനിപ്പോൾ വേറെ ഒരു കാര്യവും ഈ ഒരു വീഡിയോസിൽ ചെയ്യുന്നില്ല. അതായത് യാതൊരു എഡിറ്റിംഗ് വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാനങ്ങ് റെക്കോർഡ് ചെയ്യുകയാണ്. അതിനകത്ത് യാതൊരു എഡിറ്റിങ്ങും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണോ എൻ്റെ മനസ്സിൽ വരുന്നത് അത് ഞാനങ്ങ് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ എന്താണ് ആ കാര്യം ഇപ്പോൾ ആർക്കെങ്കിലും കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് കേൾക്കട്ടെ. ഇനി ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മനസ്സിലൊരു സന്തോഷം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇച്ചിരി ഒരു സ്വസ്ഥത കിട്ടി. അപ്പോൾ അതിന് എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും, ഇച്ചിരി സമയം കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൊന്ന് വീഡിയോ ചെയ്യാം. എനിക്ക് സമയം കിട്ടാത്തതല്ല, എനിക്കൊരു ആ ഒരു എൻവയോൺമെൻറ്റ് കിട്ടണമല്ലോ. ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും സൈലൻസ് ചുറ്റും വേണം, നമുക്കൊരു ഏകാഗ്രത കിട്ടണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2025 ഓർമ്മയായി. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ ഒരു 2025 നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരു നല്ലൊരു വർഷം ദൈവം നമുക്ക് തന്നതിന്. നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ സാരമില്ല, എങ്കിലും നമുക്ക് ഇത്രയേറെ അവസരങ്ങൾ ദൈവം തന്നു. നമുക്ക് ആരോഗ്യം തന്നു, ആയുസ്സ് തന്നു. പിന്നെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവമേ നന്ദി, ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇനി അതുപോലെ തന്നെ 2026 നല്ലൊരു മികച്ച വർഷമാകാൻ വേണ്ടി നമ്മൾക്ക് ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സ്വപ്നങ്ങളും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കാം. അതിനുവേണ്ടി നമ്മളുടെ ജീവിതം നമുക്ക് ഒരുക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 2026 പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ്. അതായത് ഒന്നാമത് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഭവം, അതായത് നന്ദി എന്ന് പറയുന്നത്, മലയാളത്തിൽ നന്ദി എന്ന് പറയുന്ന കാര്യം, അതൊരു വലിയൊരു ഗുണമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ, നന്ദിയുണ്ടോ? നമ്മൾ എപ്പോഴും നമ്മൾ പരാതിപ്പെട്ടികളാണോ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിലും അല്ലെങ്കിൽ നമ്മളങ്ങ് പരാതി പറയുന്നവരാണോ? ആ ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റുക. കാരണം പരാതി പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. അതായത് വെറുതെ നമ്മൾ പറയുന്നതായിരിക്കാം, പക്ഷേ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ദൈവത്തോടും
മനുഷ്യരോടും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലരാണെങ്കിൽ ചിലർ നമ്മൾ സഹായിക്കും. ചിലപ്പോൾ നമ്മളുടെ ഇല്ലായ്മയിൽ നിന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ത്യാഗം ചെയ്ത് എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്ത് നമ്മളൊരാളെ സഹായിക്കും. പക്ഷെ ആ സ്വീകരിക്കുന്ന ഒരാൾ തിരിച്ച് നമ്മളുടെ ചെയ്ത ആ ഒരു സഹായത്തിൻ്റെ ഒരു നന്ദി പോലും തിരിച്ച് കാണിക്കാതെ, അല്ലെങ്കിൽ അവർ അത് അക്സെപ്റ്റ് പോലും ചെയ്യാതെ അതിനെ അവഗണിച്ച് പോകുമ്പോൾ നമ്മൾക്കത് വളരെ സങ്കടമായിരിക്കും അല്ലേ. അപ്പം പിന്നീട് നമുക്ക് ആ ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പിന്നീട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അവരെ സഹായിക്കാൻ വിമുഖത കാണിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വേറെ ഉള്ളവരെയും നമുക്ക് സഹായിക്കാൻ ഒരു ഇതില്ല. അവരിങ്ങനെയാണ്, എല്ലാവരും ഇതുപോലെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല എന്നും വിചാരിക്കുന്നവർ കാണും. അപ്പോൾ ശരിക്കും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പം ദൈവത്തോടായാലും ഇപ്പം അങ്ങനെ നന്ദിയുള്ളവരാണെങ്കിലോ, അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഉപകാരം ചെയ്ത് ആ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഇന്നയാളൊരു ഉപകാരം ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം നമുക്ക് സന്തോഷമാവും, അവർക്കും സന്തോഷമാകും. പിന്നെ നമുക്ക് വേറുള്ളവരെയും സഹായിക്കാൻ നമുക്ക് തോന്നും. അതുപോലെ തന്നെ അല്ല, അവർക്ക് വീണ്ടും ഒരു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും അല്ലേ. അപ്പം ചിലരെ നമ്മൾ ഒരു വട്ടേ സഹായിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അവരെ സഹായിക്കത്തില്ല, തിരിഞ്ഞു നോക്കുക പോലും ഇല്ല. കാരണം എന്താ, അവരുടെ ആറ്റിറ്റ്യൂഡ്. അത് ദൈവത്തിൻ്റെ നീതി അതുപോലെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പറയും ദൈവത്തിന് മുഖവിഷമില്ല, ദൈവം ആരുടെയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ദൈവം എല്ലാവരെയും സഹായിക്കും. പക്ഷേ നന്ദിയുള്ളവരാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ നന്മകൾ കിട്ടുമെന്നുള്ളതാണ്. ഒരു പ്രകൃതി നിയമമാണ്. ചില സത്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ പരാതികൾ പറയാതെ മറ്റുള്ളവരെ സഹായിക്കുക, അവരോട് നന്ദിയുള്ളവരായിരിക്കുക. അതായത് നമ്മളെ ഒരു ചെറിയ രീതിയിലൊരു മുട്ടുസൂചി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പുഞ്ചിരി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദിയുള്ളവരായിരിക്കുക. നന്ദി, താങ്ക് യു എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുഖങ്ങളിങ്ങനെ കടന്നു വരാം. കാരണം ചിലപ്പോൾ നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവരിൽ നിന്ന് തിരിച്ച് നമുക്ക് ആ ഒരു നന്ദി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളിതുപോലെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും, അവരോട് നമ്മൾ നന്ദികേട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പം ഈ ഒരു ദിവസം അതിനുള്ള ഒരു നിമിഷം കൂടിയാണ്. നമ്മൾ ആരോടെങ്കിലും ഇതുപോലൊരു നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ പരിഗണിക്കാതെ അംഗീകരിക്കാതെ ആരെങ്കിലും പരിഗണനയോ നമ്മുടെ നന്ദി അർഹിക്കുന്നവരെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓർക്കുക. അവർക്ക് വേണ്ടി അവരോട് മാപ്പ് ചോദിച്ചിട്ട് ദൈവമേ അവർക്ക് നന്ദി, അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കണേ, പറ്റുമെങ്കിൽ അവരോട് പോയി ഒന്ന് സംസാരിക്കുക, അവരെ ഒന്ന് ഫോൺ വിളിക്കുക, അവരോട് സംസാരിക്കുക. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഉപകാരമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സങ്കടം അതുപോലെ നമുക്കും ഉണ്ടാകുന്ന സങ്കടം. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ സാധിക്കും. അവർക്ക് വേറുള്ളവരെ സഹായിക്കും, അല്ലെങ്കിൽ ഒരാളെ സഹായിച്ച് അവർക്കൊരു നന്മ അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ വിചാരിക്കും എന്നാൽ എനിക്ക് വേറെയുള്ളവരെയും സഹായിക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പം പറയാൻ. അതായത് ഒരു ഡിസംബർ 30 നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അത് ഇത്രയും ദിവസം, ഇത്രയും നാൾ, ഇത്ര ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തന്നു, ഇങ്ങനെ നന്ദിയുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആരോടെങ്കിലും നമുക്ക് ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. നമ്മളോട് ആർക്കെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ അസൂയയൊക്കെ ഉള്ളവരുണ്ടാവും സ്വാഭാവികമായിട്ടും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ഒരാൾക്കൊരു അസൂയ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് അവരുടെ പ്രശ്നമാണ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ഒരാളോട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് നമ്മളോട് അസൂയ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അത് അവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യം വെച്ചിട്ട് അങ്ങനെ അവരെ എന്തെങ്കിലും അവരോട് മോശമായി പെരുമാറാൻ, അവരുടെ കുറ്റം പറയാനോ അവരെ തകർക്കാനോ നമ്മളായിട്ട് ആരെയും തകർക്കാനും ഒന്നും ശ്രമിക്കരുത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.